വെൽക്കം ടു എൻ്റർടൈൻമെൻറ്റ് വിത്ത് ആദി. ഇന്ന് നമ്മൾ ഭരണഘടനയാണ് നോക്കാൻ പോകുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഭരണഘടനാ പാർട്ടിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് ആണിത്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഓപ്ഷൻസ് എ 2000, 2002, 2005, 2007. നമുക്കറിയാം 2002 ഭേദഗതിയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ 20. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. എ. അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും. ബി. അനുച്ഛേദം 44 സിവിൽ നിയമ സംഹിത. സി. അനുച്ഛേദം 63 ഭാരതത്തിനൊരു ഉപരാഷ്ട്രപതി. ഡി. അനുച്ഛേദം 79 പാർലമെൻറ്റ് രൂപീകരണം. ഇതിൽ തെറ്റായിരിക്കുന്നത് ഏതാണ്? അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും എന്നത് തെറ്റാണ്. 21. ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻസ് എ. ലോക്സഭാ സെക്രട്ടറി. ബി. പ്രസിഡന്റ്. സി. ലോക്സഭാ സ്പീക്കർ. ഡി. ക്യാബിനറ്റ്. ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് പണബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത്. 22. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ഓപ്ഷൻസ് എ. 10 വർഷം. ബി. 15 വർഷം. സി. 20 വർഷം. ഡി. 25 വർഷം. 20 വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദെൻ 23. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്. ഓപ്ഷൻസ് എ. പ്രിവി പേഴ്സ് അബോളിഷൻ കേസ് 1871. ബി. മാർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. സി. ഗോലക്നാഥ് കേസ് 1967. ഡി. കേശവാനന്ദ ഭാരതി കേസ് 1973. സോ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് മാർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. ക്വസ്റ്റ്യൻ 24. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 1. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 ഇന്ത്യൻ പാർലമെൻറ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. 2. ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. 3. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. 4. പാർലമെൻറ്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സോ അത് തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. കറക്റ്റാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. കറക്റ്റാണ്. പാർലമെൻറ്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. അത് തെറ്റാണ്. പാർലർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് പാർലമെൻറ്റ് എന്ന പദം ഉത്ഭവിച്ചത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ക്വസ്റ്റ്യൻ 25. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻസ് എ. അനുച്ഛേദം 25. ബി. അനുച്ഛേദം 26. സി. അനുച്ഛേദം 27. ഡി. അനുച്ഛേദം 28. അനുച്ഛേദം 25 സ്വതന്ത്രമായ തൊഴിൽ, മതം, ആചാരം എന്നിവ പ്രചരിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 26 ആണെങ്കിൽ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം വരുന്നത് അനുച്ഛേദം 26 അനുച്ഛേദം 27 പ്രത്യേക മതത്തിൻ്റെ പ്രചരണത്തിനായി നികുതി അടയ്ക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അനുച്ഛേദം 27 വരുന്നത്. അനുച്ഛേദം 28 വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപരമായ പ്രബോധനത്തെക്കുറിച്ചാണ് അനുച്ഛേദം 28 പറയുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 26. 26 പ്രൊറഗേഷൻ എന്നത് ഓപ്ഷൻസ് എ. ഒരു സിറ്റിംഗ് അവസാനിക്കുന്നു. ബി. ഒരു ലോക്സഭയെ പിരിച്ചുവിടുന്നു. സി. ഒരു സെഷൻ അവസാനിക്കുന്നു. ഡി. ഇതൊന്നുമല്ല. ഇത് നമ്മൾ പാർലമെൻറ്റായിട്ട് ബന്ധപ്പെട്ട ടേംസിൽ വരുന്നതാണ് പ്രൊറഗേഷൻ. ഒരു സെഷൻ അവസാനിക്കുന്നതിനെയാണ് പ്രൊറഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഭരണഘടനയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. താങ്ക്